കറിയില്ല കേട്ടോ, ഇമോഷണൽ ആവത്തില്ല. Hello guys, welcome back to my channel. Guys, ഇന്ന് എൻ്റെ സ്പെഷ്യൽ ഡേ, ഐ മീൻ മൈ ബർത്ത്ഡേ. എല്ലാവർക്കും പിറന്നാൾ ആഘോഷം എനിക്കറിയില്ല, ബട്ട് എൻ്റെ രീതിക്ക് ഇറ്റ്സ് മൈ ബർത്ത്ഡേ. ബർത്ത്ഡേ എങ്ങനെയാണെന്ന് അറിയില്ല, ബട്ട് ഓഫീസിൽ പോയിട്ട് വരാം. ബൈ. ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ ഞാൻ ഇന്ന് നേരെ ഓഫീസിലേക്ക് പോവാം കേട്ടോ. അങ്ങനെ ഓഫീസിലെത്തി കുറച്ച് നേരം അവരൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്നു. നല്ല അടിപൊളിയായിരുന്നു ഇന്നത്തെ ദിവസം. അവരെനിക്ക് എന്താ പറയുക, എനിക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ ദേ ഗിവൻ മീ എ സർപ്രൈസ് ആൻഡ് ദാറ്റ് വാസ് ഓസം ഫോർ മീ. Happy birthday to you, happy birthday to you, happy birthday dear Gopika, happy birthday to you, happy birthday. Thank you. അങ്ങനെ കേക്കൊക്കെ മുറിച്ചിരുന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഉച്ചവരെ ഉണ്ടായിരുന്നുകൊണ്ട് പണിയൊക്കെ പെട്ടെന്ന് തീർത്തുണ്ട്. അങ്ങനെ പെട്ടെന്ന് സമയം പോയി കേസ്. അങ്ങനെ എൻ്റെ ഓഫീസ് ടൈം കഴിഞ്ഞു. അങ്ങനെ എൻ്റെ ഓഫീസ് ടൈം കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലേക്ക്. ബാക്കി വിശേഷങ്ങൾ ഓൺ ദ വേ. ബൈ ഗൈസ്. ഞാൻ ഈ പൊരിഞ്ഞ വെയിലത്ത് എങ്ങോട്ടാണല്ലേ, പൊരിഞ്ഞ വെയിലും കൊണ്ട് ഞങ്ങൾ ഫുഡ് സെൽഫ് കുക്കിംഗ് ആയതുകൊണ്ട് ഇന്നത്തെ ദിവസം ഞങ്ങൾ ചോറ് മാത്രം വെച്ചു. കറി മേടിക്കാൻ വേണ്ടി ജനതയിലേക്ക് പോവാം. ഓക്കെ, ഓൺ ദ വേ ഡീറ്റെയിൽസ് എല്ലാം അറിയിക്കാം. നമ്മൾ നേരെ ജനതാ ഹോട്ടലിലേക്ക് പോവാണ് കേട്ടോ. നിങ്ങൾ ഈ സെറ്റ് ചെയ്തേക്കുന്ന ഗാർഡൻ പോലത്തെ സെറ്റപ്പ് ഉണ്ടോ? ഈ ശരിക്കും ഫിനാൻസുകാരുടെയാണ് പേര്. ഐ മീൻ ഒരു ഗോൾഡ് ഫിനാൻസുകാർ നടത്തുന്ന ഫുൾ സെറ്റപ്പ് ആയിരുന്നു. ശരിക്കും ഒരു ഓൾഡ് ഏജ്, ഐ മീൻ പഴയ കാലത്തെ ആ ഒരു സെറ്റപ്പ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ജനതാ ഹോട്ടലിലെത്തി. നമുക്ക് വേണ്ട മീൻകറി മേടിച്ചിട്ട് നമ്മൾ നേരെ പോവാണ് ഗൈസ്. ഒരു കാറ് തരത്തില്ല. അങ്ങനെ നമ്മൾ നേരെ എടപ്പള്ളി ജംഗ്ഷനിലെത്തി. നമ്മുടെ ആളെത്തി ഗൈസ്. ഇനി നേരെ നമ്മൾ വീട്ടിലേക്ക്. അങ്ങനെ ബസ് കയറി നേരെ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. എടി, എന്താ ചോദിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. നിനക്ക് എന്നെ പറ്റി എന്താ പറയാൻ? കേക്കട്ടെ. എന്നെ പറ്റിയാ അല്ലവലാതി. കൊച്ചിന്റെ ബർത്ത്ഡേയാണ്. എല്ലാരും വിഷ് ചെയ്തിട്ട് പറ എന്നെ പറ്റി പറ. അല്ലവലാതി ഒറ്റ വാക്കി പറഞ്ഞാൽ അങ്ങനല്ല. നിനക്ക് ഇപ്പൊ നിന്റെ കൂടെ ഞാനിപ്പം എത്ര നാളായി നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്? 1 year ആയി കാണും. അപ്പൊ അത് വെച്ചിട്ട് നിന്റെ അഭിപ്രായം എവിടെയോ കിടന്നു നമ്മള് ഇങ്ങനെ നിൽക്കും. അത്രയും പോരെ അതിന്. എന്നാലും അവളെ എന്റെ പാക്ക് പറയത്തില്ല. അവളെന്നെ പറ്റി വേറെ വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കാം. എന്നാലും ഒരു നല്ല വാക്കെങ്കിലും പറയത്തില്ല. എന്റെ വല്ല വീടില്ല. നമ്മൾ വീട്ടിലെത്തി. പിന്നെ കുറച്ച് പണിയുണ്ടല്ലേ, പണിയൊക്കെ ഒതുക്കിയിട്ട് വിശേഷങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ബൈ ബൈ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. നമുക്ക് വേണ്ട ചോറും മീൻകറിയും റെഡി. എൻ്റെ പൊന്ന സാറേ, ഇച്ചിരി ചോറും ഇച്ചിരി മീൻകറിയും കൂട്ടി ഒരു പിടുത്തം പിടിച്ചാണ്ടല്ലോ. എന്നാ രുചിയാണെന്നറിയാവാ. പറഞ്ഞറിയിക്കാൻ പറ്റില്ല, ഇപ്പോഴേ വായിൽ കൊതി വന്നു. അങ്ങനെ കുറച്ച് നേരം അതിൻ്റെ ഹാങ് ഓവറിൽ കുറച്ച് നേരം ഞാൻ ഒന്ന് മയങ്ങിയിട്ട് പെട്ടെന്ന് അവന്മാർ പറഞ്ഞു നമുക്കൊന്ന് റെഡിയാവും, നമുക്കൊന്ന് പുറത്തു പോകാം. അങ്ങനെ ഞാൻ റെഡിയായി. നമുക്ക് ജസ്റ്റ് പുറത്തൊന്ന് പോയിട്ട് വരാം കേട്ടോ.
അങ്ങനെ ഗൈസ് എങ്ങോട്ട് പോകണോ എങ്ങനെ എടുക്കണമെന്നൊരു പിടുത്തമില്ലാതെ നേരെ വിടുകയാണ് കേട്ടോ. അങ്ങനെ കുറേ റീൽസൊക്കെ തപ്പിയെടുത്ത് അങ്ങനെ പിടിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾ നേരെ മദീന കിച്ചണിലേക്ക് വിട്ടു. അവിടെ കയറിയപ്പോൾ തന്നെ എൻ്റെ പൊന്നെ എൻ്റെ ആംബിയൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മുടെ മെനു ഒക്കെ നോക്കിയിട്ട് ഒരു ചിക്കൻ ബർഗറും ഒരു കോംബോ എന്ന് പറയുമ്പോൾ നമ്മുടെ 3 പീസ് ചിക്കനും റോസ്റ്റഡ് ചിക്കനും ഒരു കുബൂസും പിന്നെ ലൈമും വരുന്നൊരു കോംബോ ഉണ്ടായിരുന്നു. അതും കൂടെ കഴിച്ച് അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. എനിക്കെന്തായാലും വയറ് നിറയാനുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങളവിടെ സംസാരിച്ചിരുന്നു. അങ്ങനെ ഗൈസ് ലാസ്റ്റ് പീസും കഴിച്ചിട്ട് നേരെ ഞങ്ങൾ വിട്ടു. എങ്ങോട്ടേക്കാണ് പോകണ്ടേ എങ്ങനെ ഇതാക്കണ്ടേന്ന് ഒരു പിടുത്തമില്ല കേട്ടോ. ഞങ്ങൾ നേരെ കലൂർ വന്നിട്ട് എങ്ങോട്ട് പോകാൻ തീരുമാനിച്ചപ്പോൾ ആലോചിച്ച് നമുക്കെന്നാൽ മറൈൻ ഡ്രൈവിലേക്ക് വിട്ടാലോന്ന് ആലോചിച്ചു. അങ്ങനെ നേരെ ഞങ്ങൾ മറൈൻ ഡ്രൈവിലേക്ക് വിട്ടു ഗൈസ്. ഇടയ്ക്ക് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഗൈസ് വണ്ടിക്ക് പെട്രോൾ അടിക്കുന്ന കാര്യം ഓർത്തത്. നേരെ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് നമുക്ക് ഈ പട്ടിക്കുട്ടനെ കേട്ടത്. പട്ടിക്കുട്ടന് ഒരു വലിയ കഥയുണ്ട് കേട്ടോ. ഞങ്ങളൊരു 1.5 വർഷത്തിന് മുമ്പ് ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്കും ഇത് കുഞ്ഞായിരുന്നു. പെട്രോൾ പമ്പിൽ എന്താ ഗൈഡായിട്ട് നിൽക്കുന്നു, സെക്യൂരിറ്റി ഗാർഡായിരുന്നു എന്ന് തോന്നുന്നു. കുഞ്ഞി പട്ടിയായിരുന്നു. ഇപ്പം ആളിപ്പോൾ വലുതായി. ഇപ്പം ആ നിൽക്കുന്ന ചേട്ടൻ കണ്ടോ, ചേട്ടൻ്റെ കീഴിലാണ് എപ്പോഴും, അന്നും ഇന്നും. അങ്ങനെ ഗൈസ് പട്ടിക്കുട്ടിൻ്റെ ടാറ്റയും പറഞ്ഞു ഞങ്ങൾ നേരെ മറൈൻ ഡ്രൈവിലേക്ക് പോകാനായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ മറൈൻ ഡ്രൈവ് വേണ്ട, ക്യൂൻസ് വേ പിടിച്ചാലും നേരെ ക്യൂൻസ് വേ പോയി. അപ്പോഴാണ് ചായ കുടിക്കാൻ തോന്നുന്നത്. അങ്ങനെ നമ്മുടെ ബാവിച്ചി ബജ്ജി സ്പോട്ടിൽ നിന്ന് നല്ല അടിപൊളി ചായയും കോഫിയും മേടിച്ചു. അങ്ങനെ ചായയും കുടിച്ച് കുറച്ച് നേരം ചായയുടെ ആ രുചിയൊക്കെ ഒന്ന് ആസ്വദിച്ച് അവിടെ മാറിയിരുന്നു ഗൈസ്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്ന വഴിക്കാണ് നമ്മുടെ അജ്മലിക്കനെ കണ്ടത്. അജ്മലിക്ക പുള്ളിയുടെ ഇൻസ്റ്റാ പേജിൽ പാട്രിക്സ് ബോയ് കേട്ടോ. എൻ്റെ പൊന്നെ ഒരു ചേട്ടനെ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് പുള്ളിയുടെ കിളി പോയൊരവസ്ഥയായിരുന്നു. എന്താ എങ്ങനാ ഒരു അത് കണ്ടുകൊണ്ടാണ് കഴിച്ച് ഞങ്ങൾ വരുന്നത്. ശരിക്കും ഞെട്ടിപ്പോയിട്ടോ. അത് മാത്രമല്ല ഗൈസ്, ഞാൻ ഈ കുറേ റീൽസിൽ കണ്ടിട്ടുണ്ട് നമ്മൾ മരിച്ചു പോയവരും നേരിട്ട് കാണുന്ന ആ ഒരു സിറ്റുവേഷൻ. ഞാനിത് നേരിട്ട് കണ്ടപ്പോൾ ഉണ്ടല്ലോ ഐ വാസ് ഷോക്ക്ഡ്. എൻ്റെ പൊന്നെ ആ ചേട്ടൻ്റെ കരച്ചിലൊന്ന് കാണണമായിരുന്നു. ഒരു രക്ഷയില്ലായിരുന്നു. അടിച്ചു പോയി കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ കാണാം. വീഡിയോയൊക്കെ അത്യാവശ്യം ആക്റ്റീവാണ്. ഒത്തിരി ക്ലാസ് വയ്ക്കുന്നുണ്ട്. സ്റ്റുഡൻസ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ഈ ബാച്ചിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. ഇതൊക്കെ നേരത്തെ ചെയ്യുന്നതാണ്. ഇതൊക്കെ ഇപ്പം പഠിച്ചു തുടങ്ങിയ ആളാണ്. ഡോക്ടറാണ്. ഓരോ മേഖലയിൽ നിൽക്കുന്നവരാണ് എല്ലാവരും. സോ അപ്പം കുറച്ച് റീൽസൊക്കെ കണ്ട് അവിടെ മാറി ഇരുന്നപ്പോഴത്തേക്കാണ് അവൾമാർ എനിക്ക് നല്ലൊരു സർപ്രൈസായിട്ട് വന്ന ഗൈസ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇങ്ങനൊരു എന്താ പറയുന്നത്. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അങ്ങനെ കേക്കൊക്കെ മുറിച്ചു. അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഞാൻ കൊടുത്തു കേട്ടോ. കുറേ പേര് എന്നെ വിഷ് ചെയ്തു, കുറേ പേര് കുറച്ചൊക്കെ എനിക്ക് വായി വെച്ച് തന്നു. അതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അവരും ഹാപ്പി, ഞാനും ഹാപ്പി. അങ്ങനെ എൻ്റെ ഒരു ദിവസം മൊത്തം പോയി ഗൈസ്. എനിക്ക് എന്താ പറയുക, ഞാൻ ഒട്ടും എൻ്റെ ലൈഫിൽ ഇറ്റ് വാസ് എ ബിഗ് സംതിങ് ബിഗ്. എനിക്ക് ഒരുപാട് എന്താ പറയുക എനിക്കറിയില്ല. അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയപ്പോഴാണ് എനിക്കൊരു അടുത്ത ഗിഫ്റ്റ്. അതെൻ്റെ സ്പെഷ്യൽ വൺ. ഐ മീൻ എൻ്റെ ഫ്രണ്ട് പുള്ളിക്കാരി എനിക്ക് തന്നെ കേട്ടോ. എന്ന് പറഞ്ഞാൽ അതും എനിക്ക് എന്താ പറയുന്നത്, ഞാൻ കുറേ നാളുകൊണ്ട് ആഗ്രഹിച്ചിരുന്ന സാധനമായിരുന്നു. ഒരു ഷൂ എടുക്കണം. അങ്ങനെ എനിക്കത് കിട്ടിയത് ഐ വാസ് സോ ഷോക്ക്ഡ്. ആൻഡ് അതെല്ലാം കഴിഞ്ഞിട്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ച് കുക്കിംഗ് പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കറിയൊക്കെ റെഡിയായി, ഫുഡൊക്കെ കഴിച്ച് ഇന്ന് ഇത്രയേ ഉള്ളൂ ഗൈസ്. ഹലോ ഗൈസ്, ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. എനിക്ക് ഒരു രക്ഷയില്ല. എന്താ പറയുക, എനിക്ക് എൻ്റെ ലൈഫിൽ ഐ തിങ്ക് സോ ഞാൻ കൂടുതൽ സന്തോഷിച്ചെന്നാന്ന് തോന്നുന്നു. ഐ ജസ്റ്റ് ലൈക്ക് മൈ മൂമെൻറ്റ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കണ്ടൻറ്റ്സ് നിങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്യുക, എന്തെങ്കിലും പുതിയ എന്തെങ്കിലും കൊണ്ടുവരാൻ നിങ്ങൾക്കായിട്ട് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് മീ, ഐ വിൽ ഡു ഇറ്റ്. ഓക്കെ, ബൈ.